നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വഴി തേടുകയാണ് US സൈനിക നേതൃത്വം. അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് ആയുധക്ഷാമവും പരിമിതമായ സൈനിക ഓപ്ഷനുകളുമാണ്. കേവലം വ്യോമാക്രമണം കൊണ്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്നും യുദ്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും പെൻറ്റഗൺ തിരിച്ചറിയുന്നു. ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസ് ധാരണ രൂപപ്പെടാൻ പോവുകയാണ്. ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു തോൽക്കുമെന്ന് അഭിപ്രായ സർവേകൾ വന്നു തുടങ്ങുന്നു. അമേരിക്കയിൽ രണ്ടാം മംദാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബ്ദുൽ അൽ സയ്യിദ് മിഷിഗൺ US സെനറ്റ് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഞെട്ടിക്കുന്ന വിജയം നേടി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ മുമ്പോട്ട് പോകാൻ എളുപ്പവഴികളില്ലാതെ US പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് നയതന്ത്രപരമായ ഒരു പിന്മാറ്റത്തിന് സമയം അതിക്രമിച്ചുവെന്ന് അമേരിക്കൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്ൻ മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നു. ഹോർമുസ് വഴിയുള്ള ഗതാഗതം സുരക്ഷിതമായി പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര കരാറുകളിലേക്ക് നീങ്ങാനാണ് അമേരിക്കൻ സുരക്ഷാ കൗൺസിലിൻ്റെ തീരുമാനം. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏതായാലും കാര്യങ്ങൾ നീങ്ങുകയാണ്. ലോകവാണിജ്യത്തിൻ്റെ ജീവനാഡിയായ ഹോർമുസ് തന്നെയാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു. ഒമാനുമായി ഇറാൻ ഒരു കരാറിലെത്തുന്നു. കരാർ പ്രാബല്യത്തിൽ വന്നാൽ അത് യുദ്ധം അവസാനിക്കാനുള്ള ആദ്യ പടിയാകും. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള US നാവിക ഉപരോധം അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ്റെ ഉപാധി. അക്കാര്യത്തിൽ ഒമാൻ US നിന്ന് ഉറപ്പുവാങ്ങണം. ഇറാൻ്റെ എണ്ണ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കുള്ള തടസ്സം ഇതോടെ നീങ്ങുകയും വേണം. ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റ് പിരിച്ചുവിട്ടതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. സർവേ ഫലങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിരൽ ചൂണ്ടുന്നത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നങ്ങളിലേക്കാണ്. ഇസ്രായേലിലെ മുൻനിര മാധ്യമങ്ങളും റിസർച്ച് ഏജൻസികളും പുറത്തുവിട്ട ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ അനുസരിച്ച് നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിയായ ലിക്കുഡ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയുണ്ടാകും. മുൻ ആർമി ചീഫ് ഗാഡി ഐസൻകോട്ട് രൂപീകരിച്ച യാഷാർ പാർട്ടി സർവേകളിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. ന്യൂയോർക്കിലെ സഹ്റാൻ മംദാനിയുടെ വിജയത്തിന് പിന്നാലെ വീണ്ടും ഒരു താരോദയം. അബ്ദുൽ അൽ സയ്യിദ് മിഷിഗണിലെ സെനറ്റ് ഡെമോക്രാറ്റിക് പ്രൈമറി തെരഞ്ഞെടുപ്പിലാണ് സയ്യിദ് വിജയിച്ചിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രൈമറി പോരാട്ടത്തിനായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു ഇത്. ഇസ്രായേൽ ലോബിയുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും സാമ്പത്തിക പിന്തുണയെ മറികടന്നാണ് ഗ്രാസ് റൂട്ട് ക്യാമ്പയിനിലൂടെ അൽ സയ്യിദ് വിജയം നേടിയിരിക്കുന്നത്. നവംബറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മൈക്ക് റോജേഴ്സിനെയാണ് അൽ സയ്യിദ് നേരിടുന്നത്. US സെനറ്റിൻ്റെ നിയന്ത്രണം ഏത് പാർട്ടിക്ക് ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ വിജയം നിർണായകമാകും. ലോക ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന ഭരണസമിതിയായ ഫിഫയും അതിൻ്റെ അധിപൻ ജിയാനി ഇൻഫാന്റിനോയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഓഗസ്റ്റ് ആദ്യവാരം ഉയർന്നുവന്ന ഒരു കോളിളക്കം ഇന്ന് ആഗോള ഫുട്ബോളിനെ അക്ഷരാർത്ഥത്തിൽ 2 ചേരികളാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വശത്ത് യൂറോപ്പിലെയും ഏഷ്യയിലെയും കരുത്തരായ ഫെഡറേഷനുകൾ ഇൻഫാന്റിനോക്കെതിരെ കലാപക്കൊടി ഉയർത്തുന്നു. മറുവശത്ത് അർജന്റീനയും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇൻഫാന്റിനോക്ക് പ്രതിരോധ കവചമൊരുക്കുന്നു. ഫുട്ബോളിൻ്റെ പാരമ്പര്യവും സംസ്കാരവും സ്വകാര്യ കമ്പനികൾക്ക് പണയം വെക്കാൻ ഇൻഫാന്റിനോ മുതിരുകയാണ് എന്നാണ് വലിയ വിമർശനം. ഇൻഫാന്റിനോ വീണ്ടും ഫിഫ അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരരംഗത്തിറങ്ങിയാൽ അദ്ദേഹത്തിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പുറത്താക്കാൻ തന്നെയാണ് UEFAയും മറ്റു സമിതികളും ലക്ഷ്യമിടുന്നത്. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV.